ഹായ്, എല്ലാവർക്കും നമസ്കാരം. മലയാളിക്ക് നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭക്ഷ്യവിഭവമാണ് മത്സ്യം കൊണ്ടുള്ള കറികൾ. നല്ലൊരു മീൻ പറ്റിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് തയ്യാറാക്കാം. ഇതിൽ താളിപ്പില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഉലുവയോ ഫിഷ് മസാലയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പെട്ടെന്ന് കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് നല്ല രുചികരമായ ഒരു മീൻ പറ്റിച്ചത് കാണാം. ഇത് ചെത്തുന്ന വിധമാണ് ആദ്യം കാണിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷമാണിത് പഠിച്ചത്. ആദ്യം ഇവിടെ ചെത്തുക. നല്ല കനം കുറഞ്ഞ കത്തിയായിരിക്കണം. മുള്ളു വെട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിങ്ങനെ ചെത്തിയെടുക്കണം. നല്ല രസമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാൻ തുടങ്ങാം. ഞാനിവിടെ 2 കരിമീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ആദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇതിന് ചേർക്കാൻ വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി ചതച്ചത്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പൊടികൾ: മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി മുളകും സാദാ മുളകും കൂടി മിക്സ് ചെയ്ത പൊടിയാണ്, മുളക് പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് ഈ കറി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റിച്ച് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ളി താളിച്ചിടാവുന്നതാണ്. കൂടുതൽ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് തേങ്ങാപ്പാൽ ഒഴിക്കരുത്, അങ്ങനെ തന്നെ പറ്റിച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചട്ടിയിലേക്ക് ചേർത്ത്, കറിവേപ്പില കുറച്ച് താളിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. മുളക് പൊടി ഒരു 3 സ്പൂൺ ഇടാം. പിന്നെ ഉപ്പ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിക്കാം കേട്ടോ. ഇനി ഇതിനെ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കണം. ഒരു 1-2 മിനിറ്റൊക്കെ എടുത്ത് നമുക്കിത് നല്ലോണം തിരുമ്മി യോജിപ്പിക്കാം. ഞാനതാണ് ആദ്യം പറഞ്ഞത്, താളിപ്പില്ല, ഒന്നുമില്ല. ഇത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടാണ് ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ളത്. ഇത് ഇവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ ഇവിടെ താളിച്ചാണ് വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ വന്നതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ഇതുപോലെ നമ്മൾ തിരുമ്മി പച്ചമുളകൊക്കെ നല്ലപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം.
തിരുമണയിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നീര് എല്ലാമായിട്ട് അങ്ങോട്ട് മിക്സാവും. മിക്സാക്കി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ച് നല്ലപോലെ കലക്കും. അതിനകത്തേക്ക് ആ പുളിയും കൂടി നമുക്ക് ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. നമുക്ക് പോരാത്ത വെള്ളം ഇതിന് ചേർക്കാം. മീൻ വേകാൻ ആവശ്യമായ വെള്ളം. കരിമീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും, അധികം വേവിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത്. നമുക്ക് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പരത്തി വയ്ക്കാം. മീൻ കഷ്ണങ്ങൾ കറി അടുപ്പത്തായി. ഇനി നമുക്ക് കറി പറ്റിച്ച് അത്രേ ഇതിന് പണിയുള്ളൂ. നമുക്കിത് അടുപ്പ് മൂടി വെച്ചു. കറി തിളച്ച് പറ്റട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുണ്ടോ, നല്ല ഇതായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ലെങ്കിൽ ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി പറ്റി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇച്ചിരി ഉള്ളി മൂപ്പിച്ചിടാം. ഇന്ന് ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ചിടുന്നത് കാണിക്കാം. ചാറ് കുറവായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുറച്ചല്ലേ ഉള്ളൂ കറി, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാല് പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, ചാറ് നല്ലോണം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് 2ാം പാലാണ്. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിക്കാം. ചിലർ അരച്ചിടാറുണ്ട്. അങ്ങനെ അരച്ചിട്ടിട്ട് ഉള്ളി മുപ്പിച്ചിട്ടാലും മതി. നല്ല വെണ്ണ പോലെ അരച്ചിട്ട് പയ്യെ ഒന്ന് തിളപ്പിച്ച് ഉള്ളി മുപ്പിച്ചിട്ടാലും നല്ലതാണ്. പക്ഷേ അതിലും ഇച്ചിരി രുചി ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ തന്നെ ചെയ്തതായിരിക്കും. നമുക്ക് ഫസ്റ്റ് പാലൊഴിച്ച് ഉള്ളി തളിച്ചു. കുറച്ച് ഫസ്റ്റ് പാലേ ഉള്ളൂ. നല്ല കുറുകിയ ചാറ്. മീൻ കണ്ടാൽ മതിയല്ല. മീൻ കറി കണ്ടാൽ പിന്നെ വേറെ ഒരു കറി നമുക്ക് വേണ്ടല്ലേ. തലപ്പാൽ ഒഴിക്കാം. ചിറ്റിച്ചു നമുക്ക് ഉള്ളി താളിക്കാൻ വയ്ക്കാം. എണ്ണ ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചാൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചാണ്. ഇപ്പോൾ എണ്ണ അതിൽ കുരുമുളക് പൊടിയോ ഉലുവയോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. അല്ലാണ്ട് തന്നെ ഈ കറി നല്ല രുചിയുള്ള കറിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വേപ്പിലയും കൂടി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നല്ലപോലെ തിരുമ്പി പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള മീൻ വേകാനുള്ള വെള്ളം ഒഴിച്ച് മീൻ പറ്റിച്ചെടുത്താൽ കറി റെഡിയാണ്. പിന്നെ താളിപ്പും ചാറും വേണമെങ്കിൽ മാത്രം നമ്മൾ ഈ തേങ്ങാപ്പാലും
ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത് ഉള്ളി തളിച്ച് വിട്ടാൽ മതിയാവും. ഇത് നല്ലപോലെ മൂക്കണം കേട്ടോ. സമയത്ത് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇലയ്ക്ക് ഇടാം. മൂടി വെച്ചാൽ കഴിഞ്ഞു. ഇപ്പം സമയം കൂടി നമുക്ക് മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലിട്ട് ഒത്തിരി ഇളക്കരുത്, ചിറ്റിക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. കണ്ട നല്ല മീൻ പറ്റിച്ചത്. ഓക്കെ, നമുക്ക് അല്പസമയം കഴിഞ്ഞ് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാണ്. ഇന്ന് ഇത് കൂട്ടി നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.